അന്നലിയൻ കാല കാല റസൂലുള്ളാഹി. ഇന്നിപ്പോ നമ്മളെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഹബീബാ നബി പറഞ്ഞിട്ടുണ്ട്, ഇദാകാന യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ചയായാൽ അതിരാവിലെ തന്നെ ശൈത്താൻ അവന്റെ കൊടികളെയും കൊണ്ട് ഓടും മിനൽ അസ്വാഖി, അങ്ങാടികളിലേക്ക്. മനസ്സിലായില്ല? ശൈത്താൻ കൊടിയും കെട്ടി ഓടും ശൈത്താൻ അങ്ങാടിക്ക്. എന്നിട്ട് അങ്ങാടിയിൽ വന്നുള്ള മനുഷ്യന്മാരെല്ലാം ചവിട്ടിലേക്ക് പുതിയ പുതിയ ആവശ്യങ്ങളും ശുഗലുകളും ഒക്കെ അങ്ങനെ ഇട്ടു കൊടുക്കും. എന്നിട്ട് മനുഷ്യന്മാരെ അങ്ങാടിയിലും ബാളത്തിലും ഈ ആവശ്യത്തിലൊക്കെ അങ്ങനെ പിടിച്ചു നിർത്തും എന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്തുകൊണ്ട് മനുഷ്യന്മാർ ജുമാക്ക് നേരത്തെ വന്നാൽ നന്നാവും, ശൈത്താനെ സമ്മതിക്കൂല. ഖൈറുൽ ബിലാദി മസാജിദുഹാ വശറുൽ ബിലാദി അസ്വാഖുഹാ. ഒരു നാട്ടിലെ ഏറ്റവും നല്ല സ്ഥലം പള്ളിയാണ്, ഏറ്റവും മോശപ്പെട്ട സ്ഥലം അങ്ങാടിയുമാണ്. അങ്ങാടിന്റെ മാത്രം കേൾക്കണം. പിശാചിന്റെ കൊടി നാട്ടുന്നത് അങ്ങാടിയിലാണ്. ഏതാണ് ആ കൊടി എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ ഹദീസുണ്ട്. അതേതാന്ന് എനിക്കറിയില്ല, ഹദീസുണ്ട്. എന്റെ മോട്ടിൽ നോക്കി ചൂടാണ്ട, ഹദീസ് സഹീഹാണ്, മുസ്ലിമിലുണ്ട് ഹദീസ്. അങ്ങാടിയിലാണ് ശൈത്താന്റെ കൊടി പൊങ്ങുന്നത്. സത്യത്തിൽ എല്ലാ കൊടിയും എവിടെ തന്നെയാണ് ഉള്ളതും, എല്ലാ കൊടിയും എവിടെ തന്നെയാണ് ഉള്ളത്? അങ്ങാടി തന്നെ. അതിന് മനസ്സിലാക്കേണ്ടത് ഏത് കൊടികളൊക്കെ അള്ളാഹുവിനെ തൊട്ട് പിന്തിരിപ്പിക്കുന്നുവോ ആ കൊടികളെ കുറിച്ചൊക്കെ തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഖൈറുൽ ബിലാദി മസാജിദുഹാ വശറുൽ ബിലാദി അസ്വാഖുഹാ വഫീഹാ തുൻസബു റായാതുശ് ശൈത്താൻ. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കണം. എന്നിട്ടോ പള്ളിയിൽ പ്രവേശിക്കുക. അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി. പള്ളിയിൽ ചെല്ലുന്ന നേരത്തുള്ള ആ ദിക്റൊക്കെ ചൊല്ലിയിട്ട് നല്ല നേരത്തെ പള്ളിയിൽ പ്രവേശിക്കുക. പള്ളിയിൽ പ്രവേശിച്ച് തഹിയ്യത്ത് നമസ്കരിക്കുക. തഹിയ്യത്തിന്റെ ഫضലൊക്കെ ധാരാളം, ഞാൻ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്, ആ വിഷയത്തിന് ചുരുക്കം. എന്നിട്ട് അടുത്ത നമസ്കാരം വരെ കാത്തിരിക്കുക. ഒരു നമസ്കാരം കഴിഞ്ഞിട്ട് അടുത്ത നമസ്കാരത്തിന് ഒരാൾ കാത്തിരുന്നാൽ, തഹിയ്യത്ത് നിസ്കരിച്ചിട്ട് ജുമുഅ വരെ കാത്തിരുന്നാൽ, അത് അവൻ ആ മുസല്ലയിലാകുന്ന കാലം അത്രയും അവൻ നമസ്കാരത്തിലാണ്. ഖാല റസൂലുള്ളാഹി, നമസ്കാരത്തിൽ തന്നെയാണ് എന്ന്. അവനാണ് അതിരാവിലെ പള്ളിയിൽ പോയി ഇറങ്ങിപ്പോകാൻ പാടില്ല. പിന്നെ അവിടെ തന്നെ അങ്ങോട്ട് കൂടുക, അവിടെ തന്നെ അങ്ങോട്ട് പരമാവധി ഖുർആനോടുക, പരമാവധി സ്വലാത്തിനെ പെരുപ്പിക്കുക, പരമാവധി ദുആ ഇസ്തിഗ്ഫാറിനെ പെരുപ്പിക്കുക. എന്ത് ചെയ്യരുത്? അതിരാവിലെ പള്ളിയിൽ പോവാന്ന് പറഞ്ഞാൽ പള്ളിയിലിരുന്ന് വർത്തമാനം പറയാൻ പാടില്ല. ശ്രദ്ധിക്കണം. പള്ളിയിലൊക്കെ അതിരാവിലെ പോവും, പക്ഷേ ബാക്കി ആ ഉള്ള നേരം കൊണ്ട് വർത്തമാനം പറയും, അത് ഒഴിവാക്കുക. ഹബീബായ നബി പറഞ്ഞു, ഹബീബായ റസൂലുള്ളാഹി, ഹബീബായ നബി പറയുന്നുണ്ട്, ഇനി മനുഷ്യർക്കൊരു കാലഘട്ടം വരും, മിക്കവാറും നേരത്തെ അവർ പള്ളിയിലിരുന്ന് ദുന്യവ്യായ കാര്യങ്ങൾ വർത്താനം പറയും. അങ്ങനത്തെ ഒരു കാലഘട്ടം വരുന്നുണ്ട്. അള്ളാഹുവിന് അവരിലേക്ക് ഒരു ആവശ്യവുമേ ഇല്ല. പള്ളിയിലിരുന്ന് വർത്താനം പറയുന്ന ആളുകളെ കണ്ടാൽ അവരെ കൂട്ടത്തിൽ ഇരിക്കരുതേ. ഖാല റസൂലുള്ളാഹി, പള്ളിയിലിരുന്ന് വർത്താനം പറയാൻ പാടില്ല. പള്ളിയിൽ പോയി നേരത്തെ തന്നെ, പക്ഷേ വർത്തമാനത്തിന് വേണ്ടി ആ സമയം ചെലവാക്കാൻ പാടില്ല. ഒന്ന്. അതേപോലെ തന്നെ പരമാവധി ശാന്തമായി പെരുമാറേണ്ടതാണ്. ഒരാളെയും പെരടി ചവിട്ടി കിടക്കാൻ പാടില്ല. ഒരാളെയും ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. പിന്നെ കഴിയുന്നത്ര നിസ്കരിക്കുക. പിന്നെ കാത്തിരിക്കുക. ഇമാമിന്റെ ഖുത്ബ വരെ, ജുമുഅ വരെ കാത്തിരിക്കുക. ഇതവന്റെ കടമയും കർത്തവ്യവുമാണ്. സമാധാനത്തിൽ പെരുമാറണമെന്ന് ഖാല റസൂലുള്ളാഹി. ഈ ഹദീസ് ഇമാം അഹ്മദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന റസൂലുള്ളാഹി
കേട്ടോളൂ ഒരു ഹദീസ്, ഗൗരവത്തിന് ഒരു ഹദീസ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്നദ് അഹ്മദ് തന്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസ്. ഹബീബായ നബി ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളെ കണ്ടു. ഇത് റഅ റജുലൻ യതഖത്താ റിഖാബൻ നാസ്, തോൾ കൂടെ ചവിട്ടിയിട്ട് ഇങ്ങനെ കേറി വരുന്ന ഒരാളെ കണ്ടു. ഹത്താ തഖദ്ദമ ഫജലസ, ഒരു സ്ഥലത്ത് ഒന്നാൾ ഇരുന്നു. ഫലമാ ഖല നബിയു, നിസ്കാരം കഴിഞ്ഞപ്പോൾ ഹബീബായ നബി ആറള റജുല, അയാളെ അന്വേഷിച്ചു. ഹത്താ ലഖിയോ, അവസാനം കണ്ടെത്തി. അപ്പോൾ ചോദിച്ചു, മായാ ഫുലാൻ മാ മനഅക അൻ തുസല്ലിയ മഅനാ, എന്റെ മനുഷ്യ ഞങ്ങളൊപ്പം നിസ്കരിക്കാഞ്ഞു എന്ന് ചോദിച്ചു. മനസ്സിലായില്ല? നിങ്ങൾക്ക് മനസ്സിലായോ? ഒരാൾ റസൂലുള്ള മിമ്പർ നിസ്കരിക്കുമ്പോൾ ഖുത്ബ ഓതുമ്പോൾ ഒരാള് ഇടയിൽ കൂടെ തോള് ചവിട്ടി കയറി നടക്കണം. അങ്ങനെ കയറി വരുന്നുണ്ട്. അയാളെ കണ്ടു. അവ നിസ്കാരം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്റെ ഞങ്ങളൊപ്പം നിസ്കരിക്കാഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, സൊല്ലൈതു തലം തെറഞ്ഞി അന സൊല്ലൈതു യാ റസൂലല്ലാഹ്, ഞങ്ങളൊപ്പം നിസ്കരിക്കണം, ഞാൻ അവിടെ വന്നിരിക്കണമൊക്കെ ഞങ്ങൾ കണ്ടതല്ലേ നബിയെ. ഫഖാല, അപ്പൊ റസൂലുള്ള പറഞ്ഞു, നിനക്ക് എന്റെ ജുമയും നിസ്കാരമാണ്. ഒന്ന് നീ നേരം വൈപ്പിച്ചു, രണ്ട് ആദൈത്ത ജനങ്ങളെ നീ ബുദ്ധിമുട്ടാക്കുകയും ചെയ്തു. ഇത് രണ്ടും ഒരുപോലെ ഉണ്ടാവുക. കാരണം ബുദ്ധിമുട്ടി അവസാനം വരുന്നവരാണ് പറയും, അവസാനം വരുന്നവരാണ് പെരടി ചവിട്ടി കയറുക. രണ്ട് കാര്യം കൊണ്ട് നീ ചെയ്തു. അതായത് ഒന്ന് അതിരാവിലെ നീ വന്നില്ല, രണ്ട് വന്നവരെ നീ ബുദ്ധിമുട്ടാക്കി. അതുകൊണ്ട് ഇന്ന് നിനക്ക് നമസ്കാരമില്ല, ഇന്ന് നിനക്ക് ജുമ ഇല്ല. അതാ നീ എന്റെ നിസ്കരിക്കാനോ ഞാൻ ചോദിച്ചതാണ്. എന്താ ഇതൊക്കെ നിയമാണെങ്കിൽ നമ്മളെ അവസ്ഥ എന്താ? പ്രത്യേകിച്ച് പള്ളിയിലൊക്കെ ശ്രദ്ധിക്കണം. ചവിട്ടിക്കയറൽ മാത്രമല്ല, ഒരു നമസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ നടക്കാൻ പാടില്ല. ആണുങ്ങളും പെണ്ണുങ്ങളും പള്ളി അല്ലാത്തവർക്കും ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞത്. عن زيد بن خالد قال قال رسول الله صلى الله عليه وسلم لأن يقف 40 خير له من أن يمر بين يدي المصلين. ഒരാൾ 40 ദിവസം നിലനിൽക്കലാണ്, ഇങ്ങനെ നിൽക്കലാണ്. മിൻ ഖൈറുൽ ലഹു മിൻ അൻ യമറ ബൈന യദയിൽ മുസല്ലി, ഒരു നിസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ നടക്കലിനേക്കാൾ നല്ലത് 40 ദിവസം അങ്ങനെ കാത്തുനിൽക്കാൻ നല്ലത്. ഈ ഹദീസ് അബൂ ദാവൂദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം, നിൽക്കുക, അങ്ങനെ പോവുക വരിക, അത് ശ്രദ്ധിക്കണം. മാത്രമല്ല നിസ്കരിക്കുന്നവരും ശ്രദ്ധിക്കണം. 3 മുഴത്തിനുള്ളിൽ ഒരു മറ അവന്റെ നമസ്കാരത്തിന്റെ മുന്നിൽ ഉണ്ടായിരിക്കണം. ചില ആളുകളൊക്കെ കാണാം അങ്ങനെ. ഇന്നത്തെ പള്ളികൾക്ക് ഏകദേശം തൂണുകളില്ല. തൂണില്ലാതിരിക്കൽ തന്നെ പള്ളിയുടെ ഹുർമത്ത് നഷ്ടപ്പെടുത്തും. പള്ളിക്ക് തൂണ് വേണം. കാരണം മദീന പള്ളിയിലെ നിങ്ങൾ കണ്ടിട്ടില്ല, ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം റൗളയാണല്ലോ. റൗളയിലെ ആളെക്കാൾ കൂടുതലുള്ളത്. തൂൺ ഒഴിവാക്കി പരമാവധി സ്പേസ് ഉണ്ടാക്കണമെങ്കിൽ ചെയ്യേണ്ടത് അവിടെ അല്ലേ മനുഷ്യന്മാര്. കാരണം എന്തുകൊണ്ട്? അവിടുത്തെ ഒരു നിസ്കാരത്തിന്റെ കൂല്യത്തിന് അവിടെ നിസ്കരിച്ച സ്വർഗത്തിലല്ലേ നിസ്കരിച്ചത്. ഇവിടെയൊക്കെ എങ്ങനെ നിസ്കരിക്കുന്നവരെ ഒരു കാലം ഇവിടെയും ഒരു കാലം അവിടെയും വെച്ച് നിസ്കരിക്കുന്നവർക്കും സ്വന്തം കാല് വെച്ചോടെ തന്നെ സുജൂദ് ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലാവുക അവിടെ പോകുമ്പോഴാണ്. എവിടെ കാല് വെച്ചത് അവിടെ തന്നെ സുജൂദ് ചെയ്യാം. അങ്ങനെ പോവുക ചെയ്യുക, അങ്ങനെയാണ് പോവുക ചെയ്യുക. തെങ്ങനെ പേടിച്ചിട്ടുണ്ട് കവുങ്ങന് മാറിപ്പോകല് എന്ന് പറയും പോലെ ഇങ്ങനെ മാറിയിട്ട് ഇങ്ങനെയൊക്കെ പോയിട്ട് സുജൂദ് ചെയ്യുക, ഇങ്ങനെ നിസ്കരിക്കും. അപ്പൊ ഈ തൂണ് ഒഴിവാക്കിയാലോ? എന്തേ ഒഴിവാക്കാഞ്ഞത്? പള്ളിക്ക് തൂണുണ്ടാകണം. പുതിയ പള്ളികളൊന്നും തൂണ് കാണുന്നില്ല. അതൊക്കെ ഹുർമത്ത് നശിപ്പിച്ചിട്ടുണ്ട്. എന്തിനാ ആളുകൾക്ക് ഒരു 3 മുഴത്തിന്റെ ഉള്ളിൽ അവന് ഒരു മറ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഒരു വടിയെങ്കിലും നാട്ടിവെക്കണം, ഒരു വര വരക്കണം, ഒരു വടിയെങ്കിലും നാട്ടിവെക്കേണ്ടതാണ് നിയമമാണ്. എന്തെങ്കിലും ഒന്ന് മുന്നിൽ വെക്കണം, വടി നാട്ടി വെക്കണം, എന്തെങ്കിലും വര വരക്കണം. അങ്ങനെയാണ് കുന്തമൂലം നിസ്കരിക്കാൻ പാടില്ല. ഒന്നുമില്ലാതെ മരുഭൂമി നിസ്കരിക്കുമ്പോൾ ഒരാൾ നിസ്കരിച്ചാൽ അവന് ഈ നിയമം ബാധകമല്ലാന്നും ഫുഖഹാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾ മറയൊന്നുമില്ലാതെ നിസ്കരിക്കുകയാണെങ്കിൽ കുറച്ച് അവൻ്റെ മുന്നിൽ കൂടെ മനസ്സിലാവണില്ല. നടക്കാൻ വേണ്ടി പറയല്ല കേട്ടോ, ഞാൻ പ്രശ്നം ഉണ്ടാക്കണ്ട. ആരാണെന്തൊക്കെ നിങ്ങൾ നിസ്കരിക്കുന്നത് നോക്കി നടക്കാൻ വേണ്ടി പറയല്ല. അങ്ങനെ നടന്നാലും അവന് ഹുർമത്ത് ഉണ്ടാവില്ല. 3 മുഴത്തിൻ്റെ ഉള്ളിൽ അവൻ എന്ത് വേണം? ഒരു മറ വേണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ആരെങ്കിലും നടന്നിട്ട് ഒരടി കൊടുത്തപ്പോൾ അപ്പോൾ ഒരൊറ്റ തട്ടാണ് കൊടുത്ത് നിസ്കാരക്കാരൻ. ആ അടി കൊണ്ടത് അവൻ്റെ ഏതോ മർമ്മത്തിൽ. അയാൾ മരിച്ചാലും എന്തുണ്ടാവില്ല? ഖിസാസ് ഉണ്ടാവില്ല. കൊല്ലാൻ വേണ്ടി